ഫ്രണ്ട്സ്, നന്ദൂസ് ആൻഡ് കുഞ്ചൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ അമ്മ കപ്പ വെച്ചുള്ള പരിപാടി? ഇന്ന് കപ്പ കൊണ്ട് പാൽക്കപ്പ ഉണ്ടാക്കാൻ പോവുക. ഇത് 1/2 കിലോ കപ്പയാണ്. നമ്മൾ ഇങ്ങനെ കൊത്തി നുറുക്കി എടുത്തിട്ട് ഇത് വേവിക്കാൻ വെക്കാം. ഇത് ഇച്ചിരി ഉപ്പിട്ട് വെക്കണേ, ഒത്തിരി ഉപ്പിട്ടരുത്, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് കുക്കറിനകത്ത് വേവിക്കാൻ പോകാം. ഇനി വേവിച്ചെടുക്കാം. നമുക്കത് നല്ലോണം വേവിക്കണേ, കപ്പ നല്ലോണം വേവണം. അങ്ങനെ നമ്മുടെ കപ്പ ഒരു 3 വിസിലടിച്ച് നമ്മൾ വേവിച്ചെടുത്തിട്ട് ഇത് ഇടാം. ഇതുപോലെ നല്ലോണം വേവണം കപ്പ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇത് ഒരു 2 പച്ചമുളക്, ഒരു 5-6 ഇള ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ ചതച്ചതാണേ. അത് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ബാക്കി നമ്മൾ തേങ്ങ, ഈ 1-ാം പാല് 2-ാം പാലൊന്നുമില്ല കേട്ടോ, എല്ലാ പാലും കൂടെ കൂട്ടിയതാണ്. ആ തേങ്ങാപ്പാൽ നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇത് എത്ര തേങ്ങയുടെ? ഇത് ഒരു തേങ്ങയുടെ പാല്. ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കണം. ഒരു കുറച്ച് പാല് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ, കുറച്ച് പാല്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഇളക്കി ഇച്ചിരി അഴിഞ്ഞിരിക്കണേ, പാൽക്കപ്പ ഇച്ചിരി അഴിഞ്ഞിരിക്കണം. ഇത് നമ്മളിത് ഒന്നുകൂടെ അടുപ്പത്ത് വെച്ച് വേവിക്കാൻ പോവുക. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. നമ്മുടെ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് കപ്പ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. കണ്ട, ഒത്തിരി കഷ്ണമൊന്നും ഉടയാനും പാടില്ല കേട്ടോ. ഒരു കുറച്ചൊക്കെ കഷ്ണം നമ്മൾ അതിനകത്ത് കിടക്കണേ. ഇങ്ങനെ ഇരിക്കണം. ഇനി നമ്മൾ ഈ തിളച്ച് വന്നു കഴിഞ്ഞപ്പം ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലില്ലേ, അത് കൂടെ ഒഴിച്ച് കൊടുക്കുക. പാൽക്കപ്പ എന്ന് പറഞ്ഞാൽ ഇച്ചിരി അഴഞ്ഞിരിക്കണേ. എന്താ ഇതുപോലെ വേണം. ചൂടാവട്ടെ. എന്താ നമ്മുടെ പാൽക്കപ്പ റെഡിയായേ. ഇനി ഇതിനകത്തൊരു താളിപ്പും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ഉണ്ടാക്കാം. ഇച്ചിരി എണ്ണ ഒഴിക്കുവാണേ. എണ്ണ ഒഴിച്ചു. കുറച്ച് കടുക്, കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ഉള്ളി, ഒരു 3 വറ്റൽമുളകും കൂടെ. കുറച്ച് കരിവേപ്പില ഇട്ടു. താളിപ്പ് ഇങ്ങനെ ഒഴിച്ച് പാൽക്കപ്പ റെഡി. ഇങ്ങനെ അങ്ങ് ഇളക്കി കൊടുക്കുക. കണ്ടോ, പാൽക്കപ്പ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.